ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫിൽറ്റർ ഇല്ലാതെ എളുപ്പത്തിൽ നല്ലൊരു ഫിൽറ്റർ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡിക്കോക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ, ഒരിക്കലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആവാൻ പാടില്ല. സാധാരണ കോഫി പൗഡർ മതി കേട്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണ്ട. പിന്നെ ഇപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഫിൽറ്റർ കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാത്ത ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. ബ്രൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബ്രൂ അല്ല, നെസ്കഫെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രൂ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന്. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കോഫി പൗഡർ ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിക്കോക്ഷൻ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഡിക്കോക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇത് അങ്ങനെ തന്നെ അങ്ങ് ചൂടോട് കൂടി തന്നെ അങ്ങ് അടച്ചു വയ്ക്കാൻ പോവാണ്. ഒന്നുകിൽ ഈ സോസ് പാനോട് കൂടി തന്നെ അടച്ചു വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ചാലും മതി. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളിത് അടച്ചു വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അടപ്പുണ്ടല്ലോ, ഇതുപോലത്തെ അടപ്പൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ഇങ്ങനെ ഒരു സൈഡിൽ ഹോളുള്ള അടപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അടപ്പ് യൂസ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ആവി പോകാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിൻ്റെ തരിയെല്ലാം താഴെ വന്നിട്ട് അടിയണ വരെ നന്നായിട്ട് നമുക്കിത് ഫിൽറ്ററായിട്ട് വരണ വരെ ഒരു 15 മിനിറ്റ്സ് വരെ വെക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഡിക്കോക്ഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അനക്കണ്ട, ഇതിങ്ങനെ തന്നെ വെച്ചോളോ. ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് 2 ഫിൽറ്റർ കോഫിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. നല്ല കട്ടിയുള്ള പാൽ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ഇത് പാട വരാത്ത രീതിയിൽ തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ പാട വരില്ല. പിന്നെ പഞ്ചസാര ചേർക്കുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പാൽ തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫിൽറ്റർ കോഫി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഗ്ലാസ്സിലല്ലേ തരിക അവർ. അതിനകത്ത് നമ്മൾ ഫിൽറ്റർ കോഫി കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിയിൽ പഞ്ചസാര കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ആ ഒരു സ്പോട്ടിലാണ് അവർ മിക്സ് ചെയ്ത് തരണത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പാൽ തിളപ്പിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ പാലിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളയ്ക്കുമ്പോഴേക്കും അങ്ങോട്ട് ഓഫ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് പതഞ്ഞൊക്കെ പൊങ്ങി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ കോഫി മിക്സ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒഴിച്ചൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഇത് 250 ml ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് വ്യത്യാസമൊക്കെ വരുത്താം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണ്ടി വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഡിക്കോക്ഷൻ ഒഴിക്കാം. ഡിക്കോക്ഷൻ ഒഴിക്കുമ്പോൾ അത് അനക്കാണ്ട് ആ മേലെയുള്ള തെളിഞ്ഞ് കിടക്കണത് മാത്രം ഇതിലേക്ക് ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസ് ഒഴിക്കുക. ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഒഴിക്കാം. ഇനി ശേഷം നമുക്ക് ഇതിലേക്ക് ആ തിളച്ചിരിക്കുന്ന പാൽ, നല്ല ചൂടോട് കൂടിയിട്ടുള്ള പാൽ ഇതിലേക്ക് നല്ല പതപ്പിച്ച് അങ്ങ് ഒഴിക്കുക. കുറച്ച് ഹൈറ്റിൽ അങ്ങ് ഒഴിക്കുക കേട്ടോ, പതപ്പിച്ചിട്ട്. എന്നിട്ടൊരു കപ്പ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1-2 വട്ടം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ കോഫി റെഡിയാണ്. അപ്പോൾ നമ്മുടെ മധുരത്തിനും കടുപ്പത്തിനും അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ആ ഒഴിക്കുന്നതിലും ചേർക്കുന്നതിലൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. മെത്തേഡ് ഇത് തന്നെ, നമ്മൾ അളവുകളിൽ നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫിൽറ്റർ ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഡിക്കോക്ഷൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും നിങ്ങൾക്ക്. എപ്പോഴും ബെസ്റ്റ് ഫ്രഷ് ആയിട്ട് ചെയ്യണത് തന്നെയാണ്. പക്ഷേ എന്നാലും അഥവാ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട, എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.